ഇപ്പോഴാണ് നമ്മൾ നീ ധൈര്യമായിരിക്കേണ്ടത്. അവിക്കിനെ നീയാണ് നോക്കേണ്ടത്. അവന് നീ ഒരു കവചമായിരിക്കണം. എനിക്ക് വാക്ക്. നീ നിഴല് പോലെ എന്നും അവിക്കിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ വാക്ക് തരാം. അവിക്കിന് ഞാൻ ചേച്ചി മാത്രമായിരിക്കില്ല, ഒരു കവചം കൂടിയായിരിക്കും. നല്ല ഭംഗിയുണ്ട് മോനെ, ഞാൻ ഇപ്പൊ വരാം. ഇവനിതെന്ത് പറ്റിയേ? ശരീരമൊക്കെ ഇത്ര കിടന്ന് വരയ്ക്കുന്നുണ്ടല്ലോ. ഹേ രാജകുമാര, നന്നായി നമ്മൾ ഇവിടെ കണ്ടത്. നിനക്കറിയോ, എനിക്കെൻ്റെ റൂമിൽ ഭയങ്കര ബോറടിയായിരുന്നു. നീ എൻ്റെ കൂട്ടത്തിൽ കളിക്കുമോ ഇപ്പോൾ? ഭയോ? അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കഴിക്കാനും പോയാലോ? സൂപ്പർ. ഇപ്പൊ ഇതെല്ലാം വിട്ടിട്ട് എന്റെ കൂടെ തന്നെ വാ, എന്റെ സ്വന്തം രാജകുമാര. ഇതാ രാജകുമാരൻ ഒരു കുതിരവണ്ടിയിൽ പോവുകയാണ്. റാണിയെ ഇതുവരെ ഞാൻ കണ്ടതേ ഇല്ലല്ലോ. പേപ്പറിൽ സൈൻ ചെയ്യാനായിട്ട് എന്തായാലും വരുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇവട്ടെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ വിശ്വാസത്തിന് കുറച്ചും കൂടെ ബലം വരുമായിരുന്നല്ലോ. എന്നാൽ പിന്നെ നിങ്ങളുടെ ആ വിശ്വാസം അത് ശിഥിലമാക്കി വെച്ചേക്ക്. ശരി, എനിക്ക് നിങ്ങളെ പരിപൂർണ വിശ്വാസമാണ്. അപ്പൊ പറഞ്ഞു വരുന്ന ഇതാണല്ലേ, ബാക്കിയുള്ള പണം എത്രയും പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യും, ശരിയല്ലേ? അതെ, എന്നാ ഞാൻ പോയിട്ട് വരാം. വായോ രാജകുമാര, ഇപ്പൊ താങ്കൾ കുതിരയിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാണോ? ഇങ്ങോട്ട് നോക്കി, എന്തുമാത്രം ടോയ്സ് ഞങ്ങളുടെ നിനക്ക് കാർ ഇഷ്ടമാണോ? അയ്യോ ഇടിച്ചല്ലോ. അയ്യോ, എപ്പോഴും എന്റെ കാർ പോയി ഇടിക്കോ? നിനക്കറിയോ? അത് ശരിയോ? എനിക്കറിയാം, രാജകുമാരൻ വളരെ നന്നായി കാർ ഓടിക്കാൻ അറിയാന്ന്. അറിയോ? അറിയോല്ലോ. അറിയോ? ട്രൈ ചെയ്താലോ? വായോ. ഇപ്പൊ ഇതാ രാജകുമാരൻ വണ്ടി ഓടിക്കാൻ പോവാണ്. എല്ലാരും മാറിയുന്നേ. രാജകുമാരൻ വണ്ടി ഓടിക്കാൻ പോവാണ്. ഓ, നീ നന്നായി വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. ഈ ഡ്രൈവിംഗ് എവിടുന്നാ പഠിച്ചേ? ദാ അങ്ങോട്ട് വണ്ടി ഇങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിച്ച്. പോട്ടെ. അങ്ങനെ ലെഫ്റ്റ്. രാജകുമാരൻ. ഇപ്പൊ താങ്കളുടെ രാജകുമാരനാ. താങ്കളുടെ ഫ്രണ്ട് ഒരു റോയൽ ആവണ്ടേ? സോ എന്നെ നിന്റെ ഫ്രണ്ട് ആക്കൂ. Come on, Avik. സമീർ ബ്രോ, ഇവന്റെ സിസ്റ്ററോട് നീ എപ്പോഴും ഉടക്കിയിട്ട് ഇവനോട് ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ നോക്കാം. എന്തോ കാര്യമുണ്ടല്ലോ. ഇവന്റെ പെങ്ങൾ കോമണറാ, പക്ഷെ ഇപ്പൊ റോയലല്ലേ. ഇവന്റെ അമ്മ വരെ മരിച്ചു പോയതല്ലേ. അവനെ വേദന അറിയാതെ വളർത്താൻ എനിക്ക്. അമ്മ നഷ്ടപ്പെട്ടതിന്റെ വേദന എന്നെക്കാളും വലുതായിട്ട് ആർക്കറിയാം. അവിക് ബണ്ണ വരച്ചു കഴിഞ്ഞു മോനെ? അവിക് ബണ്ണ, അവിക് ബണ്ണ എവിടെ പോയി? അവിക് ബണ്ണ, അവിക് ബണ്ണ, അവിക് ബണ്ണ, അവിക് ബണ്ണ, ഇവനിത് എവിടെ പോയി? അവിക്. എന്റെ അഭിപ്രായത്തിൽ ആ ഇൻവെസ്റ്ററുടെ വിശ്വസ്തതയിൽ എന്തോ ഒരു പന്തികേടുണ്ട്. വ്യാജ ഒപ്പിട്ട് പൈസ എന്തായാലും എടുത്തു കഴിഞ്ഞു. ഇനി ഈ കാര്യം എങ്ങാനും മഹാറാണിയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ഇടയായി നമ്മുടെ റാണിയമ്മയുടെ ശ്രദ്ധ മുഴുവനും രാജസിംഹാസനത്തിന് പകരം കളിപ്പാട്ടങ്ങളിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. പിടിക്ക്.
നാളുകൾക്ക് ശേഷം ഇന്നാണ് അവക്കിനെ ഇത്ര സന്തോഷത്തോടെ കാണുന്നത്. ഇതാ നോക്ക്, ഈ ഗെയിം നീ ജയിച്ചു. വാ, അത് കാരണം ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം. ഈ കാർ ഷമീറിന്റെ വകയായി എന്റെ രാജകുമാരന്. എടുത്തോ. എനിക്കും സമീറിനും ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് സമീർ ആവിക്കിനെ സന്തോഷിപ്പിച്ചു, ചിരിപ്പിച്ചു. ശരി, മഹാറാണി ഇക്കാര്യം അറിഞ്ഞില്ല എന്ന് തന്നെ വെച്ചോ. പക്ഷേ ഇതിലെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാ, സാനിറ്റൈസറിന് പകരം നമ്മൾ മദ്യമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് എങ്ങനെ അറിഞ്ഞാൽ? എന്താ നീ എല്ലാരും പേടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക? നിന്റെ ഈ വാ തുറന്ന ഒരു നല്ല കാര്യങ്ങളും പുറത്തു വരില്ലല്ലോ. ഇപ്പൊ നീ തന്നെ കണ്ടതല്ലേ റാണി അബിയുടെ ബിസിയാണെന്നുള്ള കാര്യം. ഓ, നിങ്ങളുടെ ഒരു കാര്യം നമ്മൾ ഇതും കൂടെ ചിന്തിക്കണ്ടേ? കാരണം ആ അവിക്കിന്റെ ചുമതല ഇപ്പോ റോസിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനിപ്പോ എന്താ? അത് ആ പറഞ്ഞത് ശരി തന്നെയാണ്. ഉത്തരവാദിത്തങ്ങൾ അത് ആ റോജയുടേതാണ്. ഇപ്പോഴാണെങ്കിൽ ഞാനും ആഗ്രഹിക്കുന്ന അത് തന്നെയാണ്. ഒരു പഴഞ്ചൊല്ല് നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ, കണ്ണൊന്ന് തെറ്റി പഴവും കൊണ്ട് കാക്ക പോയി എന്ന് വെച്ചാൽ അതായത് നമ്മുടെ രാജകുമാരൻ അവേക് ഇപ്പോഴും ട്രോമയിലാണുള്ളത്. അപ്പോ അവന്റെ ട്രോമ അങ്ങനെ വളർന്ന് വലുതായി വരുമ്പോൾ അങ്ങനെ തന്നെ റാണിയമ്മയ്ക്ക് ആ റോജയിലുള്ള വിശ്വാസവും തകർന്ന് ഇല്ലാതായിക്കൊള്ളും. വാവ്, മനോഹരമായ മാസ്റ്റർ പ്ലാൻ, ഗംഭീരം. ഞാൻ ആ കൊച്ചിന്റെ പ്രായം മാത്രം ഓർത്തുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് മിണ്ടാതിരുന്നത്. പക്ഷെ ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. അവൾ ആരാണെന്ന് അവളെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. അവിക്, നിനക്കൊരു കാര്യം അറിയോ? നക്ഷത്രങ്ങളിലെ ഏറ്റവും സ്നേഹമുള്ള നക്ഷത്രം ഏതാ? ധ്രുവ നക്ഷത്ര. ഈ ധ്രുവ നക്ഷത്രം ഉണ്ടല്ലോ, നിന്നെ പോലെ ഒരു രാജകുമാരൻ തന്നെയാ. ഒരു ദിവസം കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അരമനയിൽ ഒളിച്ചിരുന്നു. എല്ലാവരും കാണാതെ വല്ലാതെ വിഷമിച്ചു. അതുകൊണ്ട് ആഹാ, ഈ കാറ് നല്ല ഭംഗിയുണ്ടല്ലോ. എനിക്കും കൂടെ ഒന്ന് തരുമോ? നോക്കട്ടെ. ശരി ശരി, സാരമില്ല. ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയേ? ആ ധ്രുവ ഉണ്ടല്ലോ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എനിക്കൊരു സ്ഥിരമായ സ്ഥലം കാണിച്ചു തരൂ. പിന്നെ അവിടെ നിന്ന് ആരും എന്നെ അനക്കാനും പാടില്ല. അപ്പൊ ദൈവം ഏതെന്നറിയോ? അവനൊരു നക്ഷത്രമാക്കി മാറ്റി. അവേക്, ഉറക്കം വരുന്നുണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കഥ നിർത്താം, എന്നിട്ട് കിടന്നുറങ്ങാം. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്, വാ വാ. ഇതിങ്ങനെ നനഞ്ഞ് ഇതെങ്ങനെയാ നനഞ്ഞേ? പോട്ടെ, എന്നാലും താഴെ കിടന്നുറങ്ങാം. ബാക്കി കാര്യം രാവിലെ നോക്കാം. ചേച്ചി, നിന്റെ അടുത്ത് കിടക്കണമെന്നോ? ആയിക്കോട്ടെ. ഇന്ന് റോജ ചേച്ചി അവിക്കിന്റെ കൂടെ കിടന്നുറങ്ങാൻ പോകുന്നേ. കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ നിനക്ക്? നാളെ കണ്ടോ ഇനി എങ്ങനെയാണ് നിന്റെ കഥ മാറ്റി എഴുതാൻ പോകുന്നത് ഈ മോഹിനി എന്ന്.
ഇതൊരു ദുസ്വപ്നം മാത്രമാവട്ടെ. വെള്ളം. എന്താ ഇതില് വെള്ളമില്ലല്ലോ. കിച്ചണിൽ ചെന്ന് വെള്ളം എടുത്തോണ്ട് വരാം. എന്റെ അമ്മ, എനിക്ക് എന്റെ തന്നെ കണ്ണു കിട്ടാതിരുന്നാ മതി. ഈ വലിയ അരമനയില് വെള്ളം എടുത്തോണ്ട് വരാൻ പോലും 1 കിലോമീറ്റർ നടക്കണം എന്നാ തോന്നുന്നേ. ഭൂതത്തിനെ പിടിക്കാൻ വന്ന ഭൂതത്തിനെ. പ്രേതോ? ഈ കൊട്ടാരത്തില് പ്രേതമൊക്കെ ഉണ്ടോ? നിനക്ക് പ്രേതത്തെ പേടിയൊന്നുമില്ലേ? എടി കഴുതേ, ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ. പിന്നെ റോയൽസ് ഒരിക്കലും ഒന്നിനെയും പേടിക്കാറില്ല. നിനക്കൊരു കാര്യം അറിയോ? മൂങ്ങകൾക്കില്ലേ രാത്രിയൊക്കെ നല്ലോണം കണ്ണു കാണും. അത് ഇര തേടി ഇങ്ങനെ പറന്നു വരും. അപ്പൊ അതിന്റെ എതിരെ നിൽക്കുന്ന ആള് സാധാരണക്കാരനാണോ റോയലാണെന്നൊന്നും അതിനറിയില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു സാധനത്തിൽ പേടിയൊന്നുമില്ല. എന്തോ കാറ്റടിച്ചണങ്ങിയതാ അത്. അത് ശരി. ആ സോ മിസ്റ്റർ റോയൽ, എല്ലാവരുടെയും മനസ്സിൽ പേടിയുണ്ട്. പക്ഷെ ഡിഫറൻസ് എന്താന്ന് വെച്ചാല് ചിലരത് പുറത്തു കാണിക്കും, ചിലരത് മറച്ചു പിടിക്കും. എന്നെ കളിയാക്കാൻ നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലേ? അത് ശരിയാ, എനിക്ക് കളിയാക്കുന്നത് ഭയങ്കര ഇഷ്ടാണ്. പക്ഷെ അവരുടെ മുഖം, മൂങ്ങയുണ്ടല്ലോ മൂങ്ങ, അതുപോലെ തന്നെ ഉണ്ടാവണം. എക്സാമ്പിൾ യു. പക്ഷെ നീ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം മൂങ്ങയുണ്ടല്ലോ നിന്നെ അറ്റാക്ക് ചെയ്യരുത്. നിനക്കിപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ആരാ നിന്നെ കാണിച്ചു തരാം. ഇതിൽ വേട്ടക്കാരൻ ആരാന്നോ? പേടിത്തൊണ്ടൻ. എനിക്ക് എന്റെ തന്നെ കണ്ണു കിട്ടാതിരിക്കട്ടെ. അങ്ങനെയൊന്നും പറയല്ലേ. സത്യത്തിൽ അങ്ങ് കണ്ടുപെട്ടു പോയ എന്ത് ചെയ്യും? ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ എന്നോട് അറ്റ്ലീസ്റ്റ് സംസാരെങ്കിലും മര്യാദയ്ക്ക് ആയിക്കൂടെ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. ദൈവം നോക്ക്, ഈ മനോഹരമായ ചിത്രത്തിൽ കണ്ണുപെടാതിരിക്കാൻ എനിക്ക് നിങ്ങളൊരു അനുവാദം തന്നെങ്കിൽ ഞാൻ ഒരു വഴിപാടം കഴിച്ചേനെ. അതെന്താണെന്ന് വെച്ചാൽ യാതൊരു ദുഷ്ടശക്തിയും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പാടില്ല. എന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നോ ഈ പെയിന്റിംഗ്? എന്താ പറയുന്നത്? നിങ്ങളെ എനിക്ക് അവമാനിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളെ ആ സിംഹാസനത്തിൽ ഇരുത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പെയിന്റിംഗ് ഒക്കെ വരച്ചോണ്ട് വന്നത്. ഓഹോ, എന്നെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും ചിന്തയുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിക്കുകയില്ലായിരുന്നു. അന്ന് സിംഹാസനം കിട്ടേണ്ടതായിരുന്നു നിങ്ങൾക്ക്. പക്ഷെ എല്ലാം ഇല്ലാതാക്കി, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്റെ എല്ലാ സന്തോഷങ്ങളും നിങ്ങളുടെ ആ ഒരൊറ്റ തെറ്റ് കാരണം. റാണിയമ്മ രാജാവാകാൻ ഇപ്പൊ തെരഞ്ഞെടുത്തത് നിങ്ങളെയല്ല, വെറും ഒരു 7 വയസ്സുകാരനെയാണ്. അമ്മേ, മോഹിനി, ദിയ. എന്നെ വിളിച്ചിരുന്നോ? ദിയ മോളു,
നീ എന്താ രാവിലെ തന്നെ റെഡിയായോ? അതൊക്കെ വിട്ടേക്ക്, നമുക്ക് വെറുതെ ടൈം പാസ് ചെയ്യാൻ സമയമില്ല. വാ എന്റെ കൂടെ. പ്രേം, നീ റെഡിയായിരിക്കേ, മരുമകൻ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അയ്യോ, ചേട്ടൻ വരുന്നുണ്ടോ എന്ന് പറയുമ്പോ ചേച്ചി വീണ്ടും ഭർത്താവിന്റെ വീട്ടിൽ പോവാണല്ലേ? പക്ഷെ എനിക്ക് മനസ്സിലായി ചേട്ടന് മിസ് ചെയ്യായിരിക്കും അല്ലേ? പക്ഷെ ചേച്ചി അത് മിസ് ചെയ്യോ? ചേച്ചി എന്തു പറ്റി? എന്തിനാ കരയുന്നേ? അവള് കരയൊന്നുമല്ല, വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. അമ്മയുടെ അടുത്ത് നിന്ന് അമ്മായിമ്മയുടെ അടുത്തേക്ക് പോകുന്ന വിഷമം. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഓ റാണിയമ്മ പ്ലീസ്. റാണിയമ്മ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്കുമോളെ. ശരൺ ചേട്ടൻ പോയിട്ട് 1 മാസം പോലും ആയില്ല. അവിക്പന്നയ്ക്കും റോജയ്ക്കും എന്റെ സാന്നിധ്യം ആവശ്യമാണ്. ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ താമസിക്കട്ടെ? ആ, തീർച്ചയായും താമസിക്കാം. പക്ഷെ മരുമകൻ ഇത് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന ഇഷ്ടമല്ലെന്ന് വിചാരിക്കും. ഞാൻ പോയി ചേട്ടനോട് പറയാം. ഇപ്പൊ സന്തോഷല്ലേ? എനിക്കൊന്നും കേക്കണ്ട. നോക്ക്, എന്നോട് വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. അവിക്കിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പാടില്ല. നമസ്കാരം റാണിയമ്മേ. അവിക് ബണ്ണയ്ക്ക് എന്തു പറ്റി? ഇല്ല, ഇന്ന് ഞാൻ എന്റെ വയ കൊണ്ട് ഒന്നും പറയുന്നില്ല. കാര്യം പറയുന്നുണ്ടോ ഇല്ലയോ? അവിക് ബണ്ണയ്ക്ക് എന്തു പറ്റിയെന്ന് നിങ്ങൾ സ്വയം വന്ന് നോക്കിക്കോളൂ റാണിയമ്മ. അവരുടെ ആ മുറിയിൽ എന്താ ഇപ്പൊ സംഭവിക്കുന്നതെന്ന്. വരൂ റാണിയമ്മ, ദാ നോക്ക്, ഇത് കണ്ടില്ലേ? അവിക് ബണ്ണ, ഇതെന്താ നമ്മുടെ രാജകുമാരൻ ഇങ്ങനെ തറയിൽ കിടക്കുന്നല്ലോ? അവിക് ബണ്ണ, ശരീരമൊക്കെ വിറയ്ക്കുന്നുണ്ടല്ലോ. അവിക് ബണ്ണ, എന്റെ അമ്മോ, എന്തൊരു സഹോദരിയത്! സ്വയം അങ്ങ് നല്ല പട്ടുമത്തയിൽ കിടന്നങ്ങ് ഉറങ്ങിയിട്ട് സ്വന്തം സഹോദരനെ ഇങ്ങനെ വെറും നിലത്ത് ഇങ്ങനെ കിടത്താൻ പാടുവോ? ഏതെങ്കിലും സഹോദരിമാര് സ്വന്തം സഹോദരന്മാരോട് ഇങ്ങനെ ചെയ്യാൻ പാടുവോ? റാണിയമ്മേ, എടുത്തേ, ഞാൻ അവിക്പനെ വേറെ റൂമിലോട്ട് കൊണ്ടുപോകാം. ധോല, അവിക്പനെ എടുത്തേ. വേഗാവട്ടെ. സൂക്ഷിച്ച് പതുക്കെ. നടന്നൊന്നും അറിയില്ലേ? അവിക് ബണ്ണയെ നന്നായി നോക്കാൻ വേണ്ടിയാണ് നിന്നെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചത്. പക്ഷെ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവനെ ഇങ്ങനെ തറയിൽ കിടത്തി ഉറങ്ങാൻ അനുവദിച്ചിരിക്കുന്നു. എവിടുന്നാണ് നിനക്ക് ഇത്ര ധൈര്യം? തറയിൽ കിടന്നോ? റൂപ് അവിക്പനെ എടുത്ത് വേറെ റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. റാണിയമ്മ, ചിലപ്പോ ഇങ്ങനെ ആവാലോ. അവിക്പനെ അറിയാതെ ഉറങ്ങുന്ന സമയത്ത് താഴെ വീണതാണെങ്കിലോ? റോജ ചിലപ്പോ ഉറക്കത്തില് അറിയാത്തതായിരിക്കും. ശ്രദ്ധ, നിങ്ങൾ പറഞ്ഞ ആ വാക്ക് വളരെ കറക്റ്റാണ് പ്രേം ഭായ് സാർ. ഇത്രയും നേരായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതേ കാര്യത്തെ കുറിച്ചാ. ശ്രദ്ധ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് കാര്യമായിരുന്നു. നമ്മുടെ രാജകുമാരന്റെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലായ്മയാണല്ലോ കാണുന്നത്. ഇന്നിപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇവൾക്ക് തന്നെ ആകെ 16 വയസ്സേ ആയിട്ടുള്ളൂ. അവൾക്ക് സ്വന്തം കാര്യം നോക്കാനേ പറ്റില്ല. കണ്ടവിടത്തൊക്കെ വലിച്ചു വാരി കിടക്കുന്നതാണ്. പിന്നെ എങ്ങനെ ഇവൾ നമ്മുടെ രാജകുമാരന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? ആന്റി, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇവിടെ ഉണ്ടല്ലോ, ഇന്നലെ ക്ലാസ്സിൽ നിന്ന് വരെ വെളിയിലാക്കിയായിരുന്നു. കണ്ടില്ലേ, അവൾക്ക് സ്കൂളിലും ഉത്തരവാദിത്വമില്ല, ഇവിടെയില്ല. എങ്ങനെ പറയാൻ പറ്റും ഇനി ഉറക്കത്തിൽ ഇവൾ തന്നെ അവിക്കിനെ അറിയാതെ ചവിട്ടി താഴെയിട്ടതാണോന്ന്? ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവിക്ക് ഉറക്കത്തിൽ ഒരിക്കലും കൈയും കാലൊന്നും അനക്കാറില്ല. അതെനിക്കറിയാം. ജയ്പൂരിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ കിടന്നുറങ്ങാറുള്ളത്.
പക്ഷെ അന്നൊന്നും ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവയ്ക്ക് എങ്ങനെ താഴെ പോയെന്ന് എനിക്ക് അറിയില്ല. മിണ്ടിപ്പോകരുത്. അവിക് ബണ്ണ താഴെ വീണ് കിടക്കുകയായിരുന്നു. താഴെ വീഴുമ്പോ അവന്റെ തലയ്ക്ക് വല്ല പരിക്കും പറ്റിയിരുന്നെങ്കിലോ? എന്റെ മകന്റെ അവസാനത്തെ അടയാളം. എന്റെ മകന്റെ അവസാനത്തെ അടയാളം ഇവനാണ്. എന്റെ അവിക് ബണ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. റാണിയമ്മേ, വെരി കെയർലെസ് അല്ലേ പാവ അവിക്. ഇന്നലെ രാത്രി മുഴുവൻ അവിക് ബണ്ണ, അവിക് ബണ്ണ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അവിക്, നിക്കവിടെ. അവിക് ബണ്ണയുടെ അടുത്ത് വന്നു പോകരുത്. മോന്റെ അസുഖം ഇപ്പൊ എങ്ങനെയുണ്ട്? പനിയോ മറ്റോ ഉണ്ടോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല റാണിയമ്മേ, അവിക് ബന്നയ്ക്ക് പനിയൊന്നുമില്ല. പനിയൊന്നുമില്ല. ഓ, സമാധാനമായി. എന്റെ ഈശ്വര, അവിക് ബന്നയ്ക്ക് ഒരു പ്രശ്നമില്ലല്ലോ. അവൻ സേഫ് ആണല്ലോ. റാണിയമ്മ, എനിക്ക് തോന്നുന്നില്ല അവിക്കിന്റെ ചുമതല ആ റോജ ഏൽപ്പിക്കുന്നത് ശരിയാണെന്നുള്ളത്. താങ്കൾ നേരിട്ട് കാണുന്നില്ല എന്താ നടക്കുന്നതെന്ന്. എന്തു പറ്റി? ഇവനെന്താ പറ്റിയത്? അവിക് ബന്ന, വാ മോൻ എന്റെ കൂടെ വാ. അല്ല, മോനെന്തിനാ ഇങ്ങനെ? എനിക്ക് തോന്നുന്നത് അവിക് ബന്നയ്ക്ക് എന്റെ അടുത്തേക്ക് വരണമെന്ന് അല്ലേ മോനെ? വന്നേ മോനെ. എന്ത് പറ്റി മോനെ? വാ വാ വാ. എന്ത് പറ്റി? വാ 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 വാ. മോനെ വാ. അങ്ങനെ അവിക് പേടിക്കല്ലേ. ഡോണ്ട് ക്രൈ. ചേച്ചി വന്നല്ലോ. ശരി ശരി, നമുക്ക് പോവാം. വാ, ആരല്ലേ? വാ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. വാ, എനിക്ക് മോൻ ചെന്ന് ഫ്രഷ് ആവ്. ഞാനിവരോട് സംസാരിച്ചിട്ട് ഓടി വരാമേ. ചെല്ല. റാണിയമ്മ, ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും തന്നോളൂ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് കേൾക്കണം. വീണ്ടും പറയാനുള്ളത്? നീ എന്താ ഈ പറയാൻ പോകുന്നത്? അത് തന്നെയല്ലേ റാണിയമ്മേ, അവനൊന്നും പറയാതെ തന്നെ എനിക്ക് അവിക്കിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്ന്. അങ്ങനെയല്ല ചെറിയമ്മ, പക്ഷേ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാ, ഒരിക്കലും അവയ്ക്ക് താഴെ വീഴില്ല. ആരോ ഒരാൾ അവൻ ഉറങ്ങുന്ന സമയത്ത് താഴെ എടുത്ത് ഇട്ടതായിരിക്കാം. അതാണ് സാധ്യത.